ഹായ്, ഇന്ന് നമ്മൾ ഇംഗ്ലണ്ടിലെ മനോഹരമായ യോർക്ക്ഷയർ ലാവൻഡറിലേക്കാണ് പോകുന്നത്. നോർത്ത് യോർക്ക്ഷയറിലെ ചെറിങ്ടൺ എന്ന സ്ഥലത്താണ് ഈ ലാവൻഡർ ഫീൽഡ് ഉള്ളത്. 1994 ഈ ഗാർഡൻ സ്ഥാപിച്ചത്. ഇന്നിത് ബ്രിട്ടനിലെ ഒരു പ്രശസ്തമായ ലാവൻഡർ ഫീൽഡാണ്. സമ്മർ സീസണിൽ ധാരാളം ആളുകൾ ഇവിടെ വിസിറ്റ് ചെയ്യാനും വരുന്നുണ്ട്. നമ്മളപ്പോൾ യോർക്ക്ഷയർ ലാവൻഡറിലേക്ക് എത്തുകയാണ്. നമ്മൾ ഹാരോഗേറ്റിൽ നിന്ന് ഒരു മണിക്കൂർ ദൂരമുണ്ട് ഈ യോർക്ക്ഷയർ ലാവൻഡറിലേക്ക് എത്താനായിട്ട്. നമുക്കിപ്പോൾ ഇവിടെ അകത്തോട്ട് കയറാം. നമ്മളിപ്പോൾ ഇവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ എൻട്രൻസിലോട്ട് നടക്കുവാണ്. ഇതാണ് യോർക്ക്ഷയർ ലാവൻഡറിൻ്റെ ഇതാണിപ്പോൾ യോർക്ക്ഷയർ ലാവൻഡറിൻ്റെ ഒരു ഗാർഡൻ്റെ എൻട്രൻസ്. ഇവിടെ ഒരു ടീ റൂമും ഒക്കെ കൂടെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ പറ്റും. ഇതിന് ടിക്കറ്റ് എടുക്കാൻ പറ്റും. ഒരു അഡൾട്ടിന് പെർ 7 പൗണ്ടാണ് ഇവിടെ ടിക്കറ്റ് എടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ വെളിയിലോട്ട് ഇറങ്ങാം. ഇവിടെ നേഴ്സറിയാണ്. നമ്മൾ ആദ്യം വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ നമുക്ക് കുറേ ചെടികൾ ഇവർ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള, ഇത് ഫ്ലാറ്റ് ഹെഡായിട്ടുള്ള ലാവൻഡർ, പിന്നെ ഇത് നോർമൽ ലാവൻഡർ, ഇതിൻ്റെയൊക്കെ തൈകൾ ഇവിടെ വിൽക്കാനായിട്ട് ഉണ്ട്. പലതരം വെറൈറ്റീസ്, ബുഷായിട്ട് കുറച്ച് വളർന്നത്, പിന്നെ പല പല വെറൈറ്റീസ് ഓഫ് ലാവൻഡർ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ലാവൻഡറിൻ്റെ മാത്രമല്ല, അല്ലാതെ കുറേ ചെടികളുടെയും തൈകൾ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ലാവൻഡറിൻ്റെ തന്നെ തൈകളാണ്. ഇതൊക്കെ വേറെ എന്തൊക്കെയോ ചെടികളുടെ തൈകളാണ്. ഡെയ്സി ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഡെയ്സിയും അതുപോലുള്ള കുറേ സമ്മറിലുള്ള ഉണ്ടാകുന്ന ചെടികളും ഒക്കെയാണ്. അതിൻ്റെ പേരൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, നമ്മളതൊന്നും നോക്കാനില്ല. ഇതെന്താ മത്തങ്ങയോ പമ്പിനോ അതെന്തോ ആണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ നമ്മൾ വേറെ കുറേ പെർണിയൽസ് എന്നുള്ള വിഭാഗത്തിൽ പെടുന്ന ചെടികളാണ് ഇതെല്ലാം. ഈ സൈഡിൽ നമ്മുടെ നാട്ടിലുള്ള തുളസിയൊക്കെ കാണാൻ പറ്റും. മിൻറ്റിൻ്റെ വെറൈറ്റീസ് ആയിട്ടുള്ള കുറേ ചെടികളാണ് ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ തുളസി ഇവിടെ കാണാനുണ്ട്. ഇത് നമ്മുടെ തുളസിയാണ്. അതിൻ്റെ തന്നെ 1-2 തൈകൾ ഇവിടെ കാണാനുണ്ടായിരുന്നു, വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കുറേ വെറൈറ്റീസ് ഓഫ് മിൻസും അങ്ങനെ. അപ്പം മിൻറ്റിൻ്റെ ഫാമിലിയിൽ പെടുന്ന തോന്നുന്നു തുളസി. അങ്ങനെയാണ് ഇവിടെ തുളസിയും വെച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഫുള്ള് ഇവരുടെ നേഴ്സറിയാണ്. നമുക്ക് കുറേ ചെടികൾ ഇവിടുന്ന് വാങ്ങിക്കാൻ വേണമെങ്കിൽ. ചെറിയ വിലയുണ്ട്, 11 പൗണ്ടൊക്കെയാണ് പെർ ഇതിൻ്റെ ഓരോ ചെടിച്ചട്ടിക്കും. ചെടിച്ചട്ടിയോട് തന്നെ നമുക്ക് വാങ്ങിക്കാം. ഇവിടെയും പിന്നെയും കുറേ ലാവൻഡറിൻ്റെ തൈകളും ഉണ്ട്. നമുക്ക് ഇവിടുന്ന് തന്നെ ട്രൈസും ഒക്കെ വാങ്ങിക്കാൻ പറ്റും. അതൊന്നും നമ്മൾ വാങ്ങിച്ചില്ല. ഇനി നമുക്ക് ഗാർഡനിലോട്ട് ഇറങ്ങാം. ഈ ഡോറ് തുറന്ന് ഫ്രണ്ടിലോട്ട് നമ്മൾ നടക്കുന്നത് ഗാർഡനിലോട്ടാണ്. നമുക്ക് ഫ്രണ്ടിലോട്ട് നടക്കാം. നമ്മൾ ഫ്രണ്ടിലോട്ട് നടന്ന് ചെല്ലുമ്പം നല്ലൊരു വ്യൂ കാണാം. നല്ല കുറേ ലാവൻഡർ. നല്ല കാറ്റായിരുന്നു ഇവിടെ. നല്ല കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കാറ്റാണ്. ഇവിടെ ലാവൻഡർ മാത്രമല്ല, പല പല വെറൈറ്റീസ് വേറെ കുറേ സമ്മർ ചെടികളും ഉണ്ട്. അതിൻ്റെ കുറേ മഞ്ഞ പൂക്കളുള്ള ചെടികളുണ്ടായിരുന്നു. ഈ യോർക്ക്ഷയർ ലാവൻഡർ തന്നെ പല പല വെറൈറ്റീസ് ഓഫ് ലാവൻഡർ ഉണ്ട്. അതായത് ഇതിൽ പ്രധാനമായിട്ട് ഇംഗ്ലീഷ് ലാവൻഡർ, ഫ്രഞ്ച് ലാവൻഡർ, സ്പാനിഷ് ലാവൻഡർ എന്നീ വെറൈറ്റീസും നമ്മുടെ യോർക്ക്ഷയർ ലാവൻഡറിൽ കാണാൻ പറ്റും. ഇതൊരു മെയ്സ് ആണ്. ഇതിൻ്റെ അകത്തിൽ നമുക്ക് കയറി ഒരു കളിക്കാനുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളിതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു പണിയാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങാൻ നല്ല പാടാണ്. നമ്മൾ ഈ പണ്ടൊക്കെ നമ്മൾ കളിക്കുന്ന പോലത്തെ സംഭവമാണ്. ഇതിൽ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഇറങ്ങാനും കൂടി അറിയണം. നമ്മൾ ഇതിൻ്റെ അകത്തിൽ കയറിയിട്ട് കുറച്ച് വിട്ടായിരുന്നു.
ഇതിൻ്റെ അകത്ത് ഇറങ്ങാൻ കുറച്ച് പാടായിരുന്നു. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തിലൊക്കെ ഇങ്ങനെ നടക്കാൻ പറ്റും. നല്ല മണമാണ് ഇതിന്, നല്ലൊരു പ്രത്യേകമായിട്ടൊരു സൂത്തനിങ് ആയിട്ടുള്ളൊരു മണമാണിത്. പിന്നെ ഇതിൻ്റെ അതിൽ പല കളേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഇത് വേറൊരു കളറാണ്, നമ്മൾ സാധാ ലാവൻഡർ കാണുന്ന പോലല്ല. ഇവിടെ വന്നിട്ട് ഞങ്ങൾ വൈറ്റ് ലാവൻഡർ കണ്ടായിരുന്നു. ഇത് നമ്മുടെ വൈറ്റ് ലാവൻഡറാണ്. ഞാൻ ആദ്യമായിട്ടാണ് വൈറ്റ് കളറിൽ ലാവൻഡറിൽ പൂവ് കാണുന്നത്. വൈറ്റ് മാത്രമല്ല, പിങ്ക് കളറുണ്ട്, പർപ്പിൾ കളറുണ്ട്, പല പല കളേഴ്സും ഞങ്ങളിവിടെ വന്നിട്ട് കണ്ടേ. പിന്നെന്തുവാ, ഇതൊരു ലാവൻഡർ ഒരു മെഡിസിനൽ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഉറക്കക്കുറവും മാനസിക സമ്മർദ്ദത്തിനും ഒക്കെ ഇതിൻ്റെ പൂക്കളും ഓയിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമ്മുടെ പിങ്ക് കളറിലെ ലാവൻഡറാണ്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി. ബായ്.